والرفق يأتي بأمر أنت تأمله والحذق يمنع مما فيه تأميل فشامخ شقه ماء بداخله فربما انقطعت عنه المعاويل. ബഹുമാനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധ റമദാൻ നമ്മെ വിട പറഞ്ഞു. ചെറിയ പെരുന്നാളും ഈദുൽ ഫിത്തറും ബൈനോമ്പും ഒക്കെ കഴിഞ്ഞ് ഒരർത്ഥത്തിൽ മറ്റൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും കബൂൽ ചെയ്യട്ടെ. ധാരാളം അമലുകൾ ചെയ്യാൻ, അവൻ പൊരുത്തപ്പെടുന്ന അമലുകൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ നമുക്ക് ആവശ്യമായ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിക്കാനും സംസ്കരിക്കാനും ഉപയുക്തമാകുന്ന എല്ലാ സബ്ജക്റ്റുകളും വളരെ ലളിതമായ നിലയിൽ അവിടുന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യനെ നന്നാക്കാനും മോശമാക്കാനും ഇമേജ് ഉണ്ടാക്കാനും അത് തകർക്കാനും എല്ലാം പറ്റുന്ന ഒരു അവയവമാണ് മനുഷ്യന് അല്ലാഹു നൽകിയിട്ടുള്ള നാവ്. കന്നുകാലികൾക്കും മറ്റ് പല ജീവികൾക്കും നാവുണ്ട്. മത്സ്യങ്ങൾക്ക് നാവില്ല എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല, കൃത്യമായിട്ട് അറിയില്ല, 100% അറിയാത്ത ഉറപ്പില്ലാതെ പറയണ്ട, അങ്ങനെ പറയുന്നുണ്ട് അല്ലോ. ഏതായിരുന്നാലും നാവുള്ള ഒരുപാട് ജീവികളുണ്ട്. പക്ഷെ അതിനൊന്നും ഒരക്ഷരം പോലും നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവകൾ സംസാരിക്കുന്നില്ല. ഏത് ജീവികൾക്കും ആ ജീവികൾക്കിടയിലും മറ്റിതര ജീവികൾക്കിടയിലും കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള സംവിധാനങ്ങൾ അല്ലാഹു ജല്ല ജലാലുഹു നൽകിയിട്ടുണ്ട്. നാവ് കൊണ്ട് സംസാരിക്കുന്നില്ല എന്ന കാരണത്താൽ ഒരു ജീവിക്കും സംസാരശേഷി നമ്മൾ മനസ്സിലാക്കുന്ന വിധത്തിൽ പ്രകടമാകാത്ത ഒരു ജീവിക്കും ഇവിടെ ജീവിതം ദുസ്സഹമാകുന്നില്ല. എല്ലാ ജീവികൾക്കും അതിൻ്റെ മംഫഅത്തുകളിലേക്കും മളറത്തുകളിലേക്കും എന്ന് പറഞ്ഞാൽ അതിന് ഉപകാരം ചെയ്യുന്ന സംഗതികളിലേക്കും അതിന് ദ്രോഹം വരുത്തുന്ന സംഗതികളേക്കും തിരിച്ചറിയാനും ഉപകാരമുള്ളതിലേക്ക് എത്തിച്ചേരാനും ഉപദ്രവം ചെയ്യുന്ന സംഗതികളിൽ നിന്ന് വിട്ടുനിൽക്കാനുമൊക്കെ സാധിക്കുന്നുണ്ട്. മനുഷ്യന് ആ നാവ് മാത്രം നൽകി എന്നല്ല, നല്ല സ്ഫുടമായ സംസാരശേഷിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ആ നാവ് കൊണ്ട് തന്നെ മനുഷ്യന് നന്നാകാനും കഴിയും, വടക്കാനും കഴിയും. ഒരാളെക്കുറിച്ച് മോശമായ ഒരഭിപ്രായം ഉണ്ടാകണമെങ്കിൽ ഒരു സദസ്സിൽ ഒരാൾ എഴുന്നേറ്റ് ആ സദസ്സിൽ പറയാൻ പറ്റാത്ത ഒരു വാചകം പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ
അനുയോജ്യമല്ലാത്ത അനവസരത്തിലുള്ള ഒരു പ്രയോഗം നടത്തി. അപ്പോൾ തന്നെ അവിടെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകളും അയാളെ അളക്കുകയും തൂക്കുകയും വിലയിരുത്തുകയും ചെയ്യും. ഇയാളെന്ത് മനുഷ്യനാണ്, അത്രയേ വേണ്ടൂ ഒരാളുടെ ഇമേജ് തകരാൻ. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട സംഗതിയാണ് നാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആഫാത്തുൽ ലിസാൻ, നാവിലൂടെ വന്നു ചേരുന്ന അപകടങ്ങളെക്കുറിച്ച് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വളരെ കൂടുതൽ സംസാരിക്കുകയാണ്. അതിങ്ങനെ പറയുന്ന കൂട്ടത്തിൽ നാലാമത്തെ ആഫത്തായി മഹാനവർകൾ പറഞ്ഞു അൽ മിറാഉ വൽ ജിദാൽ, തർക്കം, എതിർത്തുകൊണ്ടുള്ള തർക്കം. അതായത് ഒരു സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള മുനാലറയും വാദപ്രതിവാദങ്ങൾ അത് വേണ്ടയിടത്ത് വേണ്ടുന്ന രൂപത്തിൽ നടത്തുന്നത് സ്തുത്യർഹമാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കളായ ഇമാമുകളും പണ്ഡിതന്മാരും അത്തരത്തിലുള്ള മുനാലറകൾ നടത്തിയിട്ടുണ്ട്. ആ മുനാലറയുടെ ലക്ഷ്യം സത്യം ബോധ്യപ്പെടുക, ഈ വിഷയത്തിലുള്ള സ്വവാബ് എന്താണ്, ശരി എന്താണ് എന്ന് എൻ്റെ നാവിലൂടെയോ അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന എതിർവാദിയുടെ നാവിലൂടെയോ ഇതിൻ്റെ യഥാർത്ഥ വിഷയം രൂപപ്പെട്ടു വരിക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവരൊക്കെ വലിയ മഹാന്മാരല്ലേ. മാ നാദർതു ഖത്തു അഹദൻ, ഞാൻ ഒരാളോടും ഒരിക്കലും വാദപ്രതിവാദം നടത്തിയിട്ടില്ല, മുനാദറ നടത്തിയിട്ടില്ല. എൻ്റെ നാവിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ എതിരിലുള്ള ആളുടെ നാവിലൂടെയോ സത്യവും സ്വവാബും വെളിപ്പെടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ ഞാൻ പറയുന്നത് തന്നെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടണം, ഞാൻ പറഞ്ഞത് തന്നെയാണ് കാര്യം എന്ന ഒരു കാഴ്ചപ്പാട് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ നടത്തിയ ഒരുപാട് മുനാദറകൾ തബഖാത്തു ശാഫിഈയത്തുൽ കുബ്ര തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിനെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. പിന്നെ ഒരൊച്ചപ്പാടുണ്ടാക്കിയിട്ട് എതിർത്ത് ഞാൻ പറയുന്നത് തന്നെയാണ് ശരി എന്ന നിലക്ക് സംസാരിക്കുക, അതിന് മനുഷ്യന് വലിയ ഉത്സാഹമാണ്. അവിടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധം ഉണ്ടാവുകയില്ല. തർക്കത്തിനിടയിൽ യാഥാർത്ഥ്യം മറന്നു പോവുക, അത് മനുഷ്യന്റെ ഒരു ദൗർബല്യമാണ്. മുമ്പ് മഹാനായ മർഹൂം ശൈഖുന നെല്ലിക്കുത്തി ഇസ്മായിൽ ഉസ്താദ് അവർക്ക് അല്ലാഹു തആല അവരുടെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ, ദറജ ഉയർത്തി കൊടുക്കട്ടെ, സല്ലാത്തുകൾ അല്ലാഹു തആല ഓർത്തു കൊടുക്കട്ടെ. ഓറ് പറഞ്ഞാൽ ഉള്ള സംഭവം ഇല്ലാത്തതെന്നറിയില്ലേ, ഈ വിഷയം ബോധ്യപ്പെടുത്താൻ വേണ്ടി മഹാനവറുകൾ പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഒരു ചേരനറിഞ്ഞൂടെ, ചേര എന്ത് ചെയ്തു, വലിയൊരു തവളേനെ പിടിച്ചിട്ട് ഇങ്ങനെ പോവാണ്. തവള ഉണ്ടോ അങ്ങനെ വായിലിങ്ങനെ. അപ്പോ സാധാരണ കാണാത്ത ഒരു ജന്തുവാണ്, ഒരു ഇഴജന്തുവാണ്. ഇതെന്താപ്പാ? അപ്പൊ ഒരു കൂട്ടർ പറഞ്ഞു തവളത്തലയൻ ചേരയാണ്. സാധനം ചേരയാണ്, പക്ഷെ തവളേന്റെ തലയാണ് അള്ളാഹിന് കൊടുത്തെന്നാ അവരുണ്ട് പറയുന്നത്. അപ്പൊ മറ്റൊരു കൂട്ടർ പറഞ്ഞ അതൊന്നല്ല, ചേരവാലൻ തവളയാണ്. സംഗതി തവളയാണ്, അതിന്റെ വാല് ചേരന്റെ വാലുള്ള തവളയാണ്. സുബ്ഹാനല്ലാഹ്.
അപ്പോൾ ഒരു ചങ്ങായിണ്ട് അപ്പുറത്തുനിന്ന് ഈ ചേര തവളനെ പിടിച്ച് ശരിക്കും ലൈവ് മൂപ്പര് കണ്ടതാണ്, നേരിട്ട് കണ്ട തവളനെ പിടിച്ച് വരുന്നത്. എല്ലാവരും അങ്ങനെ പറഞ്ഞ പോലെ ഒന്നും അല്ലെങ്കിൽ രണ്ടു കൂട്ടർ പറഞ്ഞു ശരിയല്ല, അത് എന്താണ് ചേരയാണ്, ഒറിജിനൽ ചേരയാണ്, തവളനെ പിടിച്ചാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നുമില്ല. ഇവരെ ഈ തർക്കത്തിനിടയിൽ തവളത്തലയൻ ചേര എന്ന് പറയുന്ന കൂട്ടരുണ്ട് വാഗ്വാദത്തിൻ്റെയും ചേരവാലൻ തവള എന്ന് പറയുന്ന ആളുകളുടെ ഒച്ചപ്പാടിൻ്റെ ഇടയിൽ യാഥാർത്ഥ്യത്തിന് യാതൊരു വിലയില്ല. ഇതാണ് പലപ്പോഴും ഉള്ള തർക്കത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് തർക്കം പാടില്ല. യാഥാർത്ഥ്യം അറിയാമെങ്കിലും തൽക്കാലം എന്ത് ചെയ്യുക, മാറി ജാഹിലിങ്ങളോട് പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, കുറേ അപ്പുറത്തെത്തിയിട്ട് ഈ ചേര ഒന്നുകിൽ തവളനെ വിഴുങ്ങുകയോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് ഒഴിവാക്കുകയോ ചെയ്യുന്ന സമയത്ത് ചേര തന്നെയാണ്, മറ്റേ തവളയാണ്, തവളനെ പിടിച്ചതാണെന്ന് തിരിയും. അപ്പം അതിൻ്റെ മുമ്പ് അങ്ങനെ ഒരു യാഥാർത്ഥ്യം വെളിവാകട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് ക്ഷമിക്കുക. അല്ലാതെ അതിനിടയിൽ പോയിട്ട് ഇടപെട്ട് നോക്കിയാൽ ജാഹിലീങ്ങൾ എന്ത് ചെയ്യും, മുന്നേറും. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. ഖുർആൻ പറഞ്ഞ എത്രമാത്രം ഉന്നതമായ ഒരു സ്വഭാവമാണ് വിട്ടുവീഴ്ചയെ കൈമുതലാക്കുക. വഅ്മുർ ബിൽ ഉർഫി, നല്ല കാര്യം കൊണ്ട് നീ കൽപ്പിക്കുക. വഅഅ്രിദ് അനിൽ ജാഹിലീൻ, വിവരമില്ലാത്ത ആളുകളുടെ വിവരക്കേടിൽ നിന്ന് നീ മാറി നിൽക്കുക, തിരിഞ്ഞു കളയുക. മകാരിമുൽ അഖ്ലാഖ്, വലിയ ഉന്നതമായ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ ഒരുമിച്ച് കൂട്ടിയ ഒരായത്താണ് ഈ ഒരായത്തിൻ്റെ കുറഞ്ഞ ഭാഗം എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതീ ഹിയ അഹ്സനു ഇല്ലല്ലദീന ളലമൂ മിൻഹും വഖൂലു ആമന്നാ ബില്ലദീ ഉൻസില ഇലൈനാ വഉൻസില ഇലൈക്കും വഇലാഹുനാ വഇലാഹുകും വാഹിദ് വനഹ്നു ലഹു മുസ്ലിമൂൻ. സൂറത്തുൽ അൻകബൂത്തിലെ ഒരായത്താണ്. നിങ്ങൾ വേദം നൽകപ്പെട്ട അഹ്ലു കിതാബിനോട് നിങ്ങൾ വാഗ്വാദം നടത്തരുത്. ഇല്ലാ ബില്ലതീ ഹിയ അഹ്സനു, നല്ല രീതിയിൽ അല്ലാതെ നടത്തരുത്. മുജാദലത്ത് അതുപോലെ മുനാദറത്ത് എന്ന് പറയുന്ന സംഗതികളൊക്കെ ഉണ്ട്. പക്ഷേ അത് ആവശ്യമുള്ളിടത്ത് മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ പ്രബോധനത്തിൻ്റെ ശൈലിയെക്കുറിച്ചും അതിൻ്റെ മാർഗങ്ങളെക്കുറിച്ചും പറഞ്ഞ ഒരായത്തുണ്ട്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇളത്തിൽ ഹസനത്തി വജാദിൽഹും ബില്ലതീ ഹിയ അഹ്സൻ. നിന്റെ റബ്ബിലേക്ക് നീ ക്ഷണിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സംബോധനയാകുമ്പോൾ നബിയെ അവിടുന്ന് തങ്ങൾ ക്ഷണിക്കുക. അല്ലെങ്കിൽ മുക്കല്ലഫായ നമ്മളെപ്പോലത്തെ എല്ലാ ആളുകളോടും തന്നെയാണ് പറയുന്നത്, നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കുക. ദഅവത്ത് എന്ന് പറയുന്ന സംഗതി, പ്രബോധനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമുള്ളതല്ല, അത് വിശാലമായൊരു സംഗതിയാണ്. ദഅവത്ത് പല വിധത്തിലും ഉണ്ട്. ഒരാൾ ആരോടും ഒന്നും പറയുന്നൊന്നുമില്ല, പക്ഷേ അദ്ദേഹം വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നു. അയാൾ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിൽ സൂക്ഷ്മത പാലിക്കുന്നു. അദ്ദേഹം കളവ് പറയുന്നില്ല, തർക്കിക്കാൻ പോകുന്നില്ല, ആരെയും ചീത്ത പറയുന്നില്ല, ഒരാൾക്കും അയാളെ കൊണ്ടൊരു ശല്യവുമില്ല. അങ്ങനെ ഒരാൾ ജീവിക്കുന്നു. ആ ജീവിതം തന്നെ പ്രബോധനമാണ്. അദ്ദേഹത്തെ കണ്ട് ബുദ്ധിയുള്ള ആളുകൾ വിഷയം മനസ്സിലാക്കും. അമ്പിയാക്കളെ, നബിയും റസൂലും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കിൽ നിന്ന് വഹി നൽകപ്പെട്ട മഹാമനുഷ്യനാണ്.
റസൂലാകുമ്പോൾ അത് മാത്രം പോരാ, പ്രബോധനം കൊണ്ട് കൽപ്പിക്കപ്പെട്ട മഹാമനുഷ്യനാണ് റസൂൽ. അപ്പൊ നബി എന്ത് ചെയ്യുന്നു? കൽപ്പിക്കപ്പെട്ട അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന വഹി അനുസരിച്ചുകൊണ്ട് കൃത്യമായി ജീവിക്കുന്നു. അത് കണ്ടുകൊണ്ട് മറ്റുള്ള ആളുകൾ നന്മയിലേക്ക് വരുന്നു. അതുപോലെ മൗനമായ ചില പ്രബോധനങ്ങളുണ്ട്. എല്ലാ രംഗത്തും പ്രബോധനമുണ്ട്. ഒരാള് ഒരു കടയിൽ കയറി സാധനം വാങ്ങാണ്. ആ ഷോപ്പ് കീപ്പറുടെ മുന്നിൽ നമ്മൾ ഒരു പ്രബോധകനും അദ്ദേഹം ഒരു പ്രബോധിതനും ആണ്. അതെങ്ങനെ? അദ്ദേഹത്തോടുള്ള സംസാരമൊക്കെ നല്ല സംസാരം, ആ മുആമലത്തിന്റെ ഇടപാടിന്റെ ഇടയിൽ അദ്ദേഹത്തെ ആകർഷിക്കുന്ന ഒരുപാട് രീതികളും സ്വഭാവങ്ങളും ഇദ്ദേഹത്തിൽ നിന്ന്. അതാരാ വന്നത്? അയാളെ മനസ്സിലിങ്ങനെ എന്ത് ചെയ്യണം? തേട്ടി വരികയാണ് ഇയാളുടെ സ്വഭാവം. കണക്ക് കൂട്ടിയപ്പോ ഒരു 5 രൂപയുടെ തെറ്റ്, അത് തിരിച്ചും മറിച്ചൊക്കെ ആകാം, ഒരു പക്ഷേ കൂടിപ്പോയതാകാം. 5 റുപ്യ മനുഷ്യനല്ലേ, കണക്കൂട്ടുമ്പോൾ തെറ്റിപ്പോയി, 5 റുപ്യ കൂടിപ്പോയി. നിങ്ങൾ തട്ടിപ്പല്ലാടെ അയച്ചേക്ക്, വിഷയം കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് 5 രൂപ എന്ത് ചെയ്യാ വാങ്ങാം. രേഖയുണ്ട്, സംഗതി ഇത്ര സാധനത്തിന്റെ കണക്ക് നോക്കിയാൽ 5 രൂപ കൂടുതലാണ് അയാളെ കണക്കൂട്ടിയിട്ടുള്ളത്. തെറ്റുണ്ടെന്ന് തോന്നല്ലോ, നമ്മളൊന്നും കൂടി നോക്കിയാട്ടെ. ഇല്ല, 5 റുപ്യൻ്റെ തെറ്റില്ലേ? അബദ്ധമായിരിക്കും, പറ്റുമല്ലോ. ഓക്കെ, 5 റുപ്യ നേരെ തിരിച്ച് 5 രൂപ കുറഞ്ഞു ഏതാ ഈ സാധനം കണക്കൂട്ടി നോക്കുമ്പോൾ കണക്കൂട്ടിൽ തെറ്റുണ്ട്. 5 രൂപ അയാളെ കണക്ക് കൂട്ടിയിട്ട് കാൽക്കുലേഷൻ ചെയ്തിട്ട് അവസാനം ഉള്ള എമൗണ്ടിൽ നിന്ന് നമുക്ക് കുറച്ച് തന്നതല്ല, പിന്നെ കണക്ക് കൂട്ടിയെടുത്ത് 5 രൂപ ഒരു ഉദാഹരണം എന്നേ ഉള്ളൂ, തെറ്റിപ്പോയതാണ്. മനങ്ങണ്ട പോരല്ല, പുറത്തിറങ്ങി വന്ന് നോക്കും, 5 റുപ്യയിൽ കുറവുണ്ടല്ലോ, കൂട്ടി അയാൾ തെറ്റിപ്പോയിക്കല്ലോ, വേഗം പോയി, നിങ്ങളെ ഇതിൽ ചെറിയൊരു തെറ്റുണ്ട് കേട്ടോ. അപ്പൊ അയാൾ വിചാരിക്കുക അയാൾക്കെന്തോ ഇയാൾക്കെന്തോ കിട്ടാനുള്ളതല്ല, അങ്ങോട്ട് എന്താണ് അയാൾക്ക് നഷ്ടം പറ്റിയതാണ്. അതവിടെ കൊണ്ടുപോയി ബോധ്യപ്പെടുത്തിയിട്ട് ആ 5 രൂപ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന ഈ മനുഷ്യനെ കുറിച്ചുള്ള മതിപ്പ് ചില്ലറയല്ല. അപ്പൊ ഇതാരാണ്? ഇത് ഏത് ആശയം ഉൾക്കൊള്ളുന്ന ആളാണ്? അത് ഒരു മുസ്ലിമാണ്, ഒരു മുഅ്മിനാണ്. അപ്പൊ അവന്റെ മനസ്സിലെന്താ? ഇസ്ലാമിനെ സംബന്ധിച്ച് നല്ല മതിപ്പ് വന്നു. അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ആ ആശയം സ്വീകരിക്കാം, പക്ഷേ തെറ്റിദ്ധാരണ അകറ്റാൻ വലിയ ഒരു വേദിയല്ലേ അത്? ഇതാണോ ഇസ്ലാം? ഇത് ഉൾക്കൊള്ളുന്നവരാണോ മുസ്ലിമീങ്ങൾ എന്ന് ഒരാൾ ചിന്തിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുമ്പോൾ വലിയൊരു പ്രബോധനമാണത്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടക്ടറോടും ക്ലീനറോടൊക്കെ നല്ല സ്വഭാവം, ഒരു പ്രസന്നമായ മുഖത്തോടുകൂടി സംസാരിക്കുന്നു, സമീപിക്കുന്നു. അപ്പോൾ ആരാണത് എന്ന് ചിന്തിക്കുന്നു. പ്രത്യേകിച്ച് അല്ലറ ചില്ലറ ആളുകൾ ആണെങ്കിലും വേണ്ടത്ര ചിന്തിക്കാത്ത, കൂടുതൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാത്ത ആളുകൾ ഇസ്ലാമിനെ ആരൊക്കെയോ ചെയ്യുന്ന എന്തെങ്കിലും ദുഷ്പ്രവണതകൾ കണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ചിലരെങ്കിലും ഉള്ള ഇക്കാലത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് നമ്മളുടെ സത്യസന്ധതയും നമ്മുടെ സ്വഭാവ ശൈലിയും നമ്മുടെ വാക്കിൻ്റെ ചാതുര്യവും മാധുര്യവും മറ്റു സമൂഹങ്ങൾക്ക് മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുത്താൽ അത് വലിയൊരു പ്രബോധനമാണ്. അഭിവന്യരായ മർഹൂം തൈക്കണ്ടി ഉസ്താദ് ഒരിക്കൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, ഇന്ന് ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട്, അതുപോലെ ഒരു ഓതിപ്പടിക്കുന്ന മുത്തഅല്ലിം അവൻ്റെ ആ വേഷം, അതിനോട് യോജിക്കുന്ന വേഷം ധരിച്ചുകൊണ്ട് നടക്കുന്നത് തന്നെ വേറൊന്നും പറയുകയും ചെയ്യൊന്നും വേണ്ട, അത് നടക്കുന്നത് തന്നെ ഒരു പ്രബോധനമാണ്. നമ്മുടെ ഹെയർ കട്ടിങ് അത് ഇസ്ലാം അനുശാസിക്കുന്ന വിധത്തിൽ മാത്രമാക്കി നമ്മൾ ജീവിക്കുന്നു, അതൊരു പ്രബോധനമാണ്. എത്രത്തോളം
തുണിയുടുക്കുന്ന സ്ഥലത്ത് പോലും നമുക്ക് ഒരു ശൈലിയുണ്ട്. മറ്റുള്ളവരുടെ ശൈലിയെ ഒന്നും നമ്മൾ ആരും ആക്ഷേപിക്കുന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ അനുസരിച്ചുകൊണ്ട് ജീവിക്കാം. പഴയ കാലം മുതലേ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ തുണിയുടുക്കാറുള്ളത് എങ്ങനെയാണ്? വലത് ഭാഗത്ത് വെച്ച് തുടങ്ങി ഇടത്തോട്ടേക്ക് തുണിയുടുക്കുന്ന രൂപമാണ്. അല്ലാതെ തുണിയുടുത്തിട്ടല്ല ഹറാമാണ് എന്നും ഞാൻ പറയുന്നതിന് അർത്ഥമില്ല. പക്ഷെ അങ്ങനെയാണ് എൻ്റെ ശൈലി. അതങ്ങനെ തന്നെയാണ് എന്നുള്ള എൻ്റെ ഒരു തെളിവ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ആരൊക്കെ നേരെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ പറ്റി പറഞ്ഞല്ലോ കേട്ടോ. അത് മാറ്റാനെന്ന് ശ്രമിച്ചാൽ നല്ലതാണ്. പഴയ കാലത്ത് മനാരം പിടിക്കലില്ല, ഓർമ്മയുണ്ടോ? അതെങ്ങനെയാ? വലത്തെ കൈ കൊണ്ട് പിടിക്കല, ഇടത്തെ കൈ കൊണ്ട് പിടിക്കൽ. അവിടുത്തെ കൈ കൊണ്ട് മനാരം പിടിക്കണമെങ്കിൽ മുണ്ടങ്ങനെ കൊടുക്കണം. ഉറപ്പ് തെളിവായില്ലേ? എന്തേ ഇങ്ങനെ എല്ലാം അല്ലേ? നല്ല കൈയുള്ളൂ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ രംഗത്തും പ്രബോധനം എന്ന് പറയുന്നത് എല്ലാ മെമ്പർമാർക്കുണ്ട്, ഇസ്ലാമിലെ എല്ലാ മെമ്പർമാർക്കുണ്ട്. ചെറിയ തലങ്ങളാണ്, ചെറിയ ചെറിയ തലങ്ങളും വലിയ തലങ്ങളും ഉണ്ടാവും. വലിയതൊന്നും നമ്മൾ ഇടപെടാൻ പാടില്ല. ഇത് നമ്മളറിയാതെ നടക്കുന്ന അയാളൊരു നല്ല മനുഷ്യൻ, അയാളെ കൊണ്ട് ആർക്കും ഒരു ശല്യമില്ല അല്ലെ, നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാല് അത് എന്താണ്? ഒരു പ്രബോധനാണ്. ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, ഹിക്മത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കുക. ഒരു പ്രബോധന രീതിയാണ് പറഞ്ഞത്. ഹിക്മത്ത്, നല്ല തന്ത്രപരമായി ആളുകളെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. ഒരാൾ തൻ്റെ തുണി നെരിയാണിക്ക് താഴെ താഴ്ത്തിയിട്ട് വലിച്ചിട്ട് നടക്കുകയാണ്. പല ആളുകളും, നമ്മളെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തന്നെ പലപ്പോഴും ചെയ്തു പോകാറുണ്ട്. അത് ചിലപ്പോൾ അശ്രദ്ധ കൊണ്ടും അറിയാതൊക്കെ സംഭവിക്കുന്നതാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, ഞാനങ്ങനെ വല്ലാതെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പലപ്പോഴും എൻ്റെ തുണി താണു പോകാറുണ്ട് നബിയെ. അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ബോധവൽക്കരിക്കുന്ന സമയത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, തങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, വമാ അസ്ഫല മിനൽ കഅബൈനി ഫഹുവ ഫിന്നാർ. മനഃപൂർവം അഹങ്കാരത്തിൻ്റെ ശൈലിയിൽ നെരിയാണിക്ക് താഴെ തുണി താഴ്ത്തിയിട്ട് നടക്കുന്നയാൾ ശിക്ഷയ്ക്ക് വിധേയനാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മെലിഞ്ഞ ശരീരക്കാരനാണ്. നബിയെ, ഞാൻ വല്ലാതെ ശ്രദ്ധ പാലിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ തുണി പലപ്പോഴും ഇറങ്ങിപ്പോകാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അപ്രകാരം ഹുയലാഇന് വേണ്ടി ചെയ്യുന്ന ആളല്ല, അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. അങ്ങനെ സംഭവിച്ചു പോകുന്നതിനെ സംബന്ധിച്ചല്ല, മനഃപൂർവ്വം അതാണ് നല്ലത്, അതാണ് ആളുകളുടെ മുന്നിൽ ഒരു സ്റ്റാറ്റസ് എന്ന് വിചാരിച്ച് തുണി താഴ്ത്തി കൊടുക്കുന്ന പലരുമുണ്ട്. ഇത്ര വലിയൊരു വിഡ്ഢിത്തം വേറല്ല. എന്തൊക്കെ കച്ചറകളാണ് ആ തുണിയുടെ തലക്കൽ തട്ടുന്നത്. ഒരാൾ തുപ്പിയ തുപ്പലിലൂടെ ഇവൻ തുണി വലിക്കാണ്, അപ്പുറത്തൊരു പക്ഷിക്കാട്ടത്തിലൂടെ തുണി വലിക്കാണ്. പക്ഷിയല്ല, ഏതൊരു കക്ഷി ഇതിൻ്റെ തന്നെ ചിലപ്പോൾ ഉണ്ടാവും, ആ കക്ഷീൻ്റെ അതിൽ നടത്തിയാൽ ഇങ്ങനെ എല്ലാ ഒരു മുനിസിപ്പാലിറ്റിൻ്റെ പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഉമ്മത്തിൽപ്പെട്ട ആളോടാണ് ഞാൻ പറഞ്ഞത്, ഉള്ളവരുടെ ഒരു ഇഷ്ടം പോലെ ചെയ്യാം. നമ്മളൊരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. അപ്പൊ അങ്ങനെ തുണി ഉടുക്കുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ ഞെട്ടിച്ച് ഇഞ്ഞത് പണിയാണ് ഇങ്ങനെ എടുക്കുക എന്ന് പറയുന്ന ശൈലി കൊണ്ട് നല്ല സുഖാര്യത്തിന് ഇങ്ങോട്ട് വിളിച്ചിട്ട്, പിന്നെ എന്തെല്ലാം വിശേഷങ്ങൾ എന്താ ചെയ്യുന്നത്, പ്രാർത്ഥനല്ലേ എന്ന് പറഞ്ഞ് ഒന്ന് പുഴയല്ലോ ഒഴിഞ്ഞിട്ട്, പിന്നെ എനിക്കൊരു ചെറിയ സംഗതി നിങ്ങളോട് പറയണം, നിങ്ങൾ ചെയ്തു തരുമോ, എനിക്കൊരു ആവശ്യമുണ്ട്. അങ്ങനെയാണ് സൂഫിയാക്കൽപ്പെട്ട ഒരാളെ ചെയ്തത്. ഇത് ശിഷ്യന്മാരുടെ കൂടെ പോകുമ്പോൾ ഒരാളിങ്ങനെ എന്തോ ഒരു മോശമായ പ്രവർത്തനം ചെയ്യുന്നു. അപ്പോൾ മൂപ്പര നന്നാക്കാൻ വേണ്ടി ആ ശൈഖ് എടുത്ത പണി എന്താണെന്ന് വെച്ചാൽ മൂപ്പരെല്ലാം വിളിപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു സംഗതി നിങ്ങൾ ചെയ്തു തരേണ്ടതുണ്ട്, നിങ്ങൾക്ക് ആകുന്ന സംഗതി ആയിക്കോട്ടെ, ഓറ് പറഞ്ഞാൽ ചെയ്യാണ്ട് എന്താ, നിങ്ങൾക്ക് എനിക്കാകുന്നതാ ഞാൻ ചെയ്യൂ. ഒന്നുമില്ല, ഒന്ന് അല്പം ആ തുണിയൊന്ന് കയറ്റി കൊടുക്കണോ എന്ന് പറഞ്ഞ് പിന്നെ ആളെന്തായില്ല. അത് എത്ര നല്ലൊരു ശൈലിയാണ്. അപ്പം നിങ്ങളൊരു കാര്യം എനിക്ക് ചെയ്തു തരേണ്ടതുണ്ട്. ഈയിടെ ഒരു കുട്ടി
പള്ളിയിൽ വന്നിട്ട് വല്ലാതെ മുടിയും കൊണ്ട് എനിക്കത് ഭയങ്കര ഇടങ്ങാറ്. ഞാൻ മെഹ്റാബിൽ ഇങ്ങനെ കണ്ടാൽ. അപ്പോൾ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തോട് വിളിച്ച് ഞാൻ ആ വിഷയം പറഞ്ഞു. പിന്നെ ആ കുട്ടിയുടെ മുടി കുറച്ചോ എന്നറിയില്ല. കുട്ടികൾക്കെല്ലാം മുടി നമ്മളാണല്ലോ വെച്ചു കൊടുക്കുന്നത്, കുട്ടികൾക്കറിയില്ല. 7 വയസ്സ് 8 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ അവർക്ക് സ്വന്തം ചിന്തിക്കാനും തിരഞ്ഞെടുക്കാനോ എന്നുള്ള ഒരു പ്രായവും പരിധിയും പക്വതയൊന്നും ഇല്ലാത്ത കുട്ടികൾ. ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വിഷയങ്ങളെല്ലാം രക്ഷിതാക്കൾ ഉത്തരവാദികളാണ്. അപ്പോൾ അതുപോലെ നല്ല നിലയിൽ ഉപദേശിക്കുക, അതിന് ഒരു പ്രത്യേകമായ കബൂലിയത്തും സ്വീകാര്യതയും തീർച്ചയായും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. എടാപോട എന്ന ശൈലി എല്ലാ സ്ഥലത്തും നമ്മൾ ഉപേക്ഷിക്കുന്നതാണല്ലേ. എത്രത്തോളം നമ്മളെ മക്കളോട് പറയുന്നിടത്ത് പോലും എടാപോടാന്ന് യാ ബുനയ്യ, അതാണല്ലോ ഖുർആൻ പഠിപ്പിച്ച യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം, യാ ബുനയ്യ അഖിമിസ് സ്വലാഹ്, يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير. സൂറത്തു ലുഖ്മാനിൽ മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു മകനെ വിളിച്ച് ഉപദേശിക്കുന്നത് നമുക്ക് അവതരിപ്പിച്ച് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യാ ബുനയ്യ, ഓ കുഞ്ഞു മോനെ, ഓ എൻ്റെ ആറ്റ മോനെ, എൻ്റെ പൊന്നു മോനെ. ഈ ശൈലിയാണ് പരിശുദ്ധ ഖുർആൻ. അത് ബാപ്പയാണെങ്കിലും ബാപ്പയിൽ എന്തെങ്കിലും ദുസ്വഭാവമുണ്ടെങ്കിൽ ഉണ്ടാതിരിക്കണമെന്നില്ല. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. സൂറത്തു മർയമിൽ അല്ലാഹു തആല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതെ തൻ്റെ പിതാമഹനോട് പിതൃ സഹോദരനോട് ഉപദേശിച്ചത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യാ അബതി ലാ തഅബുദിശ് ശൈത്വാൻ, ഓ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ആദരണീയനായ ബാപ്പാ എന്ന് വിളിച്ചുകൊണ്ടുള്ള ശൈലി, യാ ബുനയ്യ എന്ന് വിളിച്ചുകൊണ്ടുള്ള ശൈലി. അതുപോലെ അമ്പിയാക്കൾ അവരുടെ ജനങ്ങളെ എങ്ങനെയാണ് സംബോധന? യാ ഖൗമി, യാ ഖൗമി, എൻ്റെ ജനതയെ, എൻ്റെ ആൾക്കാരെ, എൻ്റെ കൂട്ടക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉള്ള സംസാരം. അത് പരിശുദ്ധ ഖുർആനുടെ നീളം നോക്കിയാൽ കാണാം. യാ ഖൗമി, ഈ ശൈലിയാണ് ഏറ്റവും നല്ലത്. അപ്പൊ അത് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, ഹിക്മത്ത് കൊണ്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം. വൽ മൗഇദത്തിൽ ഹസന, മറ്റൊന്ന് നല്ല ഉപദേശമാണ്. മൊത്തത്തിൽ ജനങ്ങളെ ഉപദേശിക്കുക. ഉപദേശിക്കുന്ന സമയത്തും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജനങ്ങൾക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ ഒരു വിഷയവും പറയരുത്. ഇത് പിന്നെ നിങ്ങളോട് കൂടുതൽ പറയേണ്ടതില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. ഉള്ള സംഗതി തന്നെയാണെങ്കിലും വളരെ സരളമായ സരസമായ രീതിയിൽ സിമ്പിളായി വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കണം. ടഫായി അവതരിപ്പിക്കരുത്. അതുപോലെ തൻ്റെ മുന്നിലിരിക്കുന്ന ഓഡിയൻസ് ആരാണ്, സംബോധകർ എന്ന ബോധമില്ലാതെ സംസാരിക്കരുത്. നമ്മൾക്ക് സാധാരണക്കാരാണ്, അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പം കടക്കുന്നില്ല. അപ്പോൾ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശം. മൂന്നാമത്തെ ഒരു കാര്യം അള്ളാഹു പറഞ്ഞു, അത് തീരെ ഇല്ലാതെയല്ല, അതിൻ്റെ ആവശ്യം വരുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് ഡോസ് കൊടുക്കണം. അതാണ് വജാദിൽഹും ബില്ലതീ ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് അവരുമായി വാഗ്വാദം നടത്തി അവർക്ക് വിഷയങ്ങൾ ധരിപ്പിച്ചു കൊടുക്കുക. മുജാദലത്ത്, മുനാദറത്ത്, അത് മൂന്നാമത്തെ മാർഗമാണ്. പക്ഷെ അതൊരു മെഡിസിൻ പോലെയാണ്. അതിന് ചില ഡോസുകളുണ്ട്. ആ ഡോസ് അനുസരിച്ച് കൊണ്ട് മാത്രമാണ് അത് ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും രാവിലെ തന്നെ പോയിട്ട് കുറച്ച് കഷായം കുടിക്കുക,
ഉച്ചക്ക് കുറച്ച് കഷായം കുടിക്കുക. എല്ലാവരും അങ്ങനെ ഉണ്ടോ? ഇല്ല. രാവിലെ ചായ കുടിക്കും, ഉച്ചക്ക് ചോറോ മറ്റൊന്നും കഴിക്കും, രാത്രി വേറെ ഭക്ഷണം കഴിക്കും. ഓക്കെ. അതേ സമയത്ത് എന്തെങ്കിലും അനാരോഗ്യമുണ്ടാകുമ്പോൾ ആ രോഗത്തിന് പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ശമിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെടുന്ന ഡോക്ടർമാരുടെയും മറ്റും നിർദ്ദേശമനുസരിച്ചുകൊണ്ട് ആവശ്യത്തിന് മാത്രം കഴിക്കുന്ന ഒന്നാണല്ലോ മെഡിസിൻ എന്ന് പറയുന്നത്. അതുപോലെയാണ് ഈ മുനാദറ എന്ന് പറയുന്നത്. അതിങ്ങനെ വെച്ച് വിളിക്കാനുള്ള സംഗതിയല്ല, ആവശ്യം വരുമ്പോൾ നടത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞെടുത്തും ശൈലി മാറ്റിയത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, ഹിക്മത്ത് കൊണ്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം. വൽ മൗഇളത്തിൽ ഹസന, നല്ല ഉപദേശം കൊണ്ടും ക്ഷണിക്കണം. വൽ ജിദാലി എന്നല്ലേ പറയണ്ടേ? ജിദാല് കൊണ്ടും ക്ഷണിക്കണമെന്ന് പറഞ്ഞില്ല. പിന്നെ അത് ശൈലി ഒന്ന് മാറ്റി രണ്ടും തമ്മിൽ പറ്റി. ഈ രണ്ടും ഈ മൂന്നാമത് പറയുന്നതായിട്ട് ഡോസ് വ്യത്യാസമുണ്ട്. ഇതുപോലെ പ്രയോഗിക്കേണ്ട സംഗതിയല്ല ഇത്. അതുകൊണ്ടാണ് വജാദിൽഹും ബില്ലതീ ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് അവരോട് മുജാദലത്ത് ചെയ്യുക. അതാണ് പരിശുദ്ധ ഖുർആനിൽ വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതീ ഹിയ അഹ്സൻ. എന്താണ് ഹസന്? വഹിയ മുഖാബലത്തുൽ ഖുശൂനതി ബില്ലീനി വൽ ഗളബി ബിൽ കദ്മി കമാ ഖാൽ ഇദ്ഫഇ ബില്ലതീ ഹിയ അഹ്സൻ. ഇമാം നസഫി തങ്ങൾ പറയുന്നു, ഈ അഹ്സനായ ത്വരീഖ് എന്താണ്? അഹ്ലു കിതാബിനോടാകട്ടെ മറ്റു കക്ഷികളോടാകട്ടെ മുജാദലത്തും മുനാദറത്തും നടത്തുമ്പോൾ ഏറ്റവും നല്ല ഇതുകൊണ്ട് ആയിരിക്കണം എന്ന് പറഞ്ഞത് എന്താണത്? അത് ഹുസൂനത്തിനെ ലീനുമാണ്. അതായത് ഇങ്ങോട്ടുള്ള പരുഷ സ്വഭാവത്തെ അങ്ങോട്ട് ലീന് കൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ആലോചിക്കുക, ഒരു പരുഷമായ ഒരു സാധനം, ഒരു ഒരേയുള്ള സാധനം വേറെ ഒരേയുള്ള അല്ലേ, ഒരേള്ളോട് മുട്ടുമ്പോൾ അല്ല, ഒരു നല്ല ഒരേയുള്ള സാധനം ഈ കുഴച്ച് നല്ല ഉഷാറാക്കി വെച്ച മാവുണ്ടല്ലോ, അതിൽ കൊണ്ടുപോയി കുത്തിയാലോ? ആരെങ്കിലും അറിയോ? ആരും അറിയില്ല. അപ്പോ ഈ ഒരത്തിനെ എന്താക്കുന്നു? മയം കൊണ്ട് നേരിടുക. രണ്ടും ഒരാകുമ്പോ കുട്ടിയൊക്കെ തിരിച്ചു ഭയങ്കര ഒച്ചപ്പാടായി. അതാണ് പറഞ്ഞ ഹുസൂനത്തിനെ എന്ത് ചെയ്യുക? ലീന് കൊണ്ട് മയം കൊണ്ട് നേരിടുക. ദേഷ്യത്തെ ആ ദേഷ്യം വിഴുങ്ങിക്കൊണ്ട്, ദേഷ്യം പിടിക്കും മനുഷ്യന്മാർക്ക്. ദേഷ്യം പിടിച്ചിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇവൻ്റെ എന്തെന്നാ സംഘം, ഇവൻ ആരാണ്. മനുഷ്യന്മാർക്ക് ദേഷ്യം ഉണ്ടാവും. ദേഷ്യം എന്ന് പറയുന്നത് അതെന്താ? അതിന് ഗ്യാസ് ട്രബിൾ, എനിക്ക് ഗ്യാസ് ഇല്ല, ഗ്യാസ് ട്രബിളായില്ല, അത് ഗ്യാസില്ല ശരിയാവൂല, എല്ലാം വേണം. ഇപ്പം ഗ്യാസിന്റെ ലഭ്യത കുറവ്. അല്ലാഹു തആല എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തീർത്ത് നമുക്ക് സലാമത്ത് നൽകട്ടെ. അടുപ്പൊന്നും തീരെ വേണ്ടാന്ന് വിചാരിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാൻ അടുപ്പിന് നോക്കി അടുക്കൽ തുടങ്ങി. ഇതൊന്നും ഒരു ശാശ്വതമായ സംഗതി ഒന്നുമല്ല. അല്ലാഹു തആല നമുക്കൊക്കെ സലാമത്ത് നൽകട്ടെ. അപ്പോൾ ഹുസൂനത്തിനെ ലീന് കൊണ്ടും ദേഷ്യത്തെ കലുമ കൊണ്ടും അങ്ങനെയാണ് വേണ്ടത്. ഈ ഇതുണ്ടല്ലോ, എടുത്തുചാട്ടമില്ലാതെ മെല്ലെ മെല്ലെ വിഷയങ്ങൾ ചെയ്യുക. മൃദുവായ സമീപനം അത് വലിയ ഫലം ചെയ്യുന്നതാണ്. മഹാനായ റസാനത്തിന്റെ മുസന്നിഫ് പറഞ്ഞാണ്, മയം എന്ന് പറയുന്നത് മൃദുലമായ സമീപനം. നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അത് നിവർത്തിക്കും. അതേ സമയത്ത് പരുഷമായും വളരെ ഗൗരവരൂപത്തിലുമുള്ള ഇടപെടൽ യംനഉ മിമ്മാ ഫീഹി തഅ്മീലു, നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ തടയും. എന്നിട്ട് മഹാനവർകൾ ഒരു ഉദാഹരണം പറഞ്ഞു. ഫസാമിഖുൻ സഖഹു മാഉം ബിദാഖിലിഹി ഫറുബ്ബമൻ ഖതഅത് അൻഹുൽ മആവീലു. വലിയ മലപർവ്വതം, അതിനെ ചിലപ്പോൾ പൊട്ടിക്കുന്നതാണ് മാഉം ബിദാഖിലിഹി, അതിൻ്റെ ഉള്ളിൽ തിങ്ങി മെല്ലെ 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 വെള്ളം ഇങ്ങനെ നിറഞ്ഞ് 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 അവസാനം ഉരുൾപൊട്ടുക എന്ന് പറഞ്ഞ അങ്ങനെ അങ്ങ് പൊട്ടും. വെള്ളം എന്ത് ചെയ്തു?
അതിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളം മെല്ലെ മെല്ലെ മൃദുവായി മൃദുവായി അതിലിങ്ങനെ കടന്ന് ആ മലയെ അത് പൊട്ടിക്കും. ഏത് മലയാണ്? വലിയ പിക്കാസുകൾ, ഇരുമ്പിൻ്റെ പിക്കാസുകൾ കൊണ്ട് അതിനെ മുട്ടിയാൽ ഭയങ്കര ഗൗരവപൂർവമുള്ള ഇടപെടലാണ് പിക്കാസിൻ്റേത്. ചിലപ്പോൾ പിക്കാസിൻ്റെ ആ മൊനേണ്ടെല്ലാം പൊട്ടിയങ്ങ് തെറിച്ചു പോവും, മല ചിലപ്പോൾ പൊട്ടൂല. ഇത് ആ ഇടപെടലിൻ്റെ തകരാറാണ്. മറ്റത് മെല്ലെ മൃദുവായ സമീപനം സ്വീകരിച്ചപ്പോൾ അതേ ആ വലിയ പർവ്വതത്തെ പൊട്ടിക്കാൻ കഴിഞ്ഞു എന്ന് റസാനത്ത് പറഞ്ഞതുപോലെ ഇരിക്കട്ടെ. വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതീ ഹിയ അഹ്സൻ ഇല്ലല്ലദീന ളലമൂ മിൻഹും. പക്ഷേ അവരിൽ നിന്ന് അക്രമം ചെയ്ത ആളുകൾ ഒഴികെ അവരോട് ചിലപ്പോൾ ചില ഖില്ലത്തും കഠിനമായ സ്വഭാവവും സ്വീകരിക്കേണ്ടി വരും. അത് ആരാണ്? അത് എന്ത് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന കക്ഷികൾ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയുന്നവർ, അല്ലെങ്കിൽ അവരുമായി സന്ധിയിലും കരാറിലുമായി ജിസിയ തന്ന് ജീവിക്കുന്ന ആളുകൾ, അത് ആ കരാറ് പൊളിക്കുകയും ജിസിയ തരാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. അങ്ങനെ ആണ് അല്ലദീന ളലമു എന്ന് പറഞ്ഞത് ആരാണെന്നുള്ള ചർച്ചയുണ്ട്. ആയിക്കട്ടെ. വഖൂലു, ഒരിക്കലും തന്നെ ആരുമായി തർക്കിച്ചാലും ആരുമായി സംവദിച്ചാലും വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്ക് കോട്ടം വരാൻ പാടില്ല. അതുകൊണ്ട് വഖൂലു ആമന്നാ ബില്ലദീ ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും, ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ടും നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ടും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിൽ ഒരു തെറ്റുമില്ല. അത് നമ്മളങ്ങനെ വിശ്വസിക്കാൻ വേണം അല്ലേ? വല്ലദീന യുമിനൂന ബിമാ ഉൻസില വമാ ഉൻസില മിൻ ഖബ്ലിക, അങ്ങേക്ക് മുമ്പ് ഇറക്കപ്പെട്ടതിനെയും ശരിയായ തൗറാത്ത്, ഒറിജിനൽ തൗറാത്തുണ്ട്, ഒറിജിനൽ ഇഞ്ചീലുണ്ട്, ഒറിജിനൽ സബൂറുണ്ട്, അതൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സുഹുഫുണ്ട്, സുഹുഫ് ഇബ്രാഹിമ വ മൂസ, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സുഹുഫ് ഉണ്ട്. അതെല്ലാം അള്ളാഹു ഇറക്കിയതാണ്. അതെല്ലാം നമ്മൾ വിശ്വസിക്കണം. അത് കേൾക്കണം, ശരിക്കും ശ്രദ്ധിക്കണം. ഖൂലു ആമന്നാ ബിമാ ആമന്നാ ബില്ലദീ ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. ഭേദിഗതി ചെയ്തതല്ല. അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ വിയോഗത്തിന് ശേഷം, കാലങ്ങൾക്ക് ശേഷം ആരെങ്കിലും എഴുതി വെച്ച ചരിത്രം അല്ല. ഇറക്കപ്പെട്ടത് അതാണ് ഒറിജിനൽ തൗറാത്ത്, ഒറിജിനൽ ഇഞ്ചീൽ, ഒറിജിനൽ സബൂർ. അതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതെല്ലാം വിശ്വസിക്കണം. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച നബിമാർ ആരെല്ലാം അല്ലാഹു തആല നബിയായിട്ട് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ചരിത്രമൊന്നും അധികം അറിയില്ല. അതുകൊണ്ടാണ് ബദുൽ അമാലി പറഞ്ഞത്, വദുൽ ഖർനൈനി ലം യുറബ് നബിയ്യാ കദാ ലുഖ്മാനു ഫഹദർ അൻ ജിദാലി. ദുൽഖർനൈനി റളിയല്ലാഹു അൻഹും ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹും നബിയായി അറിയപ്പെട്ടിട്ടില്ല, മഷ്ഹൂറായി പ്രസിദ്ധമായിട്ടില്ല. പക്ഷേ തർക്കിക്കാൻ നിൽക്കണ്ട. എങ്ങനെ അറിയാൻ നിൽക്കണ്ട പറഞ്ഞാൽ, അല്ലാഹു തആല പറഞ്ഞ നബിമാരെല്ലാം ഞാൻ വിശ്വസിച്ചു അല്ലേ? ഈമാനു ബില്ലാഹി വബിറുസുലിഹി, മലായികത്തും റുസുലും കുതുബും എല്ലാം വിശ്വസിക്കണം. അപ്പൊ അഥവാ അല്ലാഹു തആല പറഞ്ഞയച്ച കൂട്ടത്തിൽ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടെങ്കിൽ ഓക്കെ, ഞാനത് വിശ്വസിച്ചു. ലുഖ്മാൻ നബിയാണെന്ന് പർട്ടിക്കുലറായി നിർണയിച്ചുകൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമില്ല. അതേ സമയത്ത് അല്ലാഹു തആല പറഞ്ഞയച്ച, അല്ലാഹു തആല നുബുവത്ത് കൊടുത്ത എല്ലാവരെയും അത് വിശ്വസിക്കണ്ടേ? കാരണം 1,24,000 ഉണ്ടല്ലോ.
അതിൽ കൂടുതലും ഉണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും 1,24,000 അമ്പിയാക്കൾ ഉണ്ട്, ലോകത്ത് വന്നിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ തന്നെ കുറേ നബിമാരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഇബ്രാഹിം എന്തായി ഒരുപാട് നബിമാർക്ക് ഖിദ്മത്ത് ചെയ്തു, 4,000 നബിമാർക്ക് ഖിദ്മത്ത് ചെയ്തു എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. ആ ചരിത്രം അങ്ങനെ തന്നെ തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് നബിമാരെ പല സ്ഥലങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട്. 1,24,000 നബിമാർ വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ ഊരും പേരും അറിയില്ല, അവരുടെ ചരിത്രങ്ങൾ അറിയില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലാഹു തആല ആർക്കൊക്കെ നുബുവത്ത് നൽകിയിട്ടുണ്ടോ അവരെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് ഇവിടെ വിശ്വാസത്തിന് കേടുവരാത്ത നിലക്ക് സംസാരിക്കണം. ഖുലൂ ആമന്ന ബില്ലദീ ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും വ ഇലാഹുനാ വ ഇലാഹുകും വാഹിദ്. നിങ്ങളുടെയും ഞങ്ങളുടെയും എല്ലാം ഇലാഹ്, ആരാധിക്കപ്പെടേണ്ടവൻ ഒരുത്തൻ മാത്രമാണ്. ആരാധിക്കപ്പെടേണ്ടവൻ അല്ലാഹുവാണ്, ഈസ നബിയല്ല. ആരാധിക്കപ്പെടേണ്ടത് ഒരിക്കലും ഉസൈറല്ല. ആരാധിക്കപ്പെടേണ്ടത് ഉസൈറിനെയും ഈസാ നബി അലൈഹിസ്സലാമിനെയും ഈസാ നബിയുടെ ഉമ്മ മറിയം ബീബിയെയും അങ്ങനെ തുടങ്ങി ലോകത്ത് കഴിഞ്ഞു പോയ ഇന്നുള്ള എന്നിമുള്ള വരാനിരിക്കുന്ന എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്ന സൃഷ്ടാവായ അല്ലാഹു ജല്ല ജലാലുഹു, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ആരാധിക്കപ്പെടുന്നവൻ ഞങ്ങളുടെ ആരാധിക്കപ്പെടുന്ന നിങ്ങൾ ആരാധിക്കപ്പെടുന്ന ഒരുത്തൻ തന്നെയാണ്. നമ്മൾ ആ അല്ലാഹുവിന് കീഴടങ്ങിയവരാണ്. സൂറത്തുൽ അൻകബൂത്തിലെ ഒരു ആയത്താണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഇപ്പോൾ നിർത്തുകയാണ്. അപ്പോ തർക്കം, ആവശ്യമില്ലാത്ത തർക്കം, അതുപോലെ എതിർത്ത് തോൽപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ മാത്രമുണ്ടാകുന്ന വാഗ്വാദങ്ങൾ അതൊരിക്കലും നമുക്ക് യോജിച്ചതല്ല. വദാലിക മൻഹിയുൻ അൻഹു, അത് വിരോധിക്കപ്പെട്ടതാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തുമാരി അഖാക, നീ നിന്റെ സഹോദരനെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി സംസാരിക്കരുത്. വലാ തുമാദിഹു, അവനോട് കാര്യത്തിൻ്റെ സ്ഥലത്ത് നീ തമാശ പറയാൻ പാടില്ല. കാര്യം പറയുമ്പോൾ കാര്യമായിരിക്കണം. വലാ തഇദ്ഹു മൗഇദൻ ഫതുഖ്ലിഫഹു, നീ നിന്റെ സഹോദരനോട് ഒരു വാഗ്ദത്തം ചെയ്യരുത്, എന്നിട്ട് നീ ആ വാഗ്ദത്തം നിറവേറ്റുന്നതിൽ വീഴ്ചയുണ്ടാകുന്ന നിലക്ക് പ്രവർത്തിക്കരുത്. അമാനാത്ത് അഹദ്, വാഗ്ദത്തം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആകുന്നത് മാത്രമേ വാഗ്ദത്തം ചെയ്യാൻ പാടുള്ളൂ. ചിലർ നേർച്ചയാക്കുമ്പോഴൊക്കെ ഒന്നും ശ്രദ്ധിക്കൂല, കനപ്പെട്ടതങ്ങ് നേർച്ചയാക്കും. ചെറിയ സംഗതിക്ക് എന്ത് ചെയ്യും, നാമത്തോന്നിയൊക്കെ അങ്ങോട്ട് വാദ ചെയ്യുകയോ അല്ലെങ്കിൽ നേർച്ചയാക്കുകയോ ചെയ്യും. അതൊക്കെ വളരെ പക്വമായി മാത്രം നിർവഹിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. സാധിക്കുന്നത് മാത്രമേ നമുക്ക് ഏകദേശം അത് ചെയ്യാൻ കഴിയുമെന്ന് ലാഹിർ അസ്ബാബുകൾ വെച്ചുകൊണ്ട് അത് കൊടുക്കാനോ ചെയ്യാനോ കഴിയുമെന്ന ബോധ്യം ഉണ്ടാകണം. എന്നിട്ട് അങ്ങനെ വാഗ്ദത്തം ചെയ്തു, ഇപ്പം അൽഹംദുലില്ലാഹ് കച്ചവടമൊന്നും തരക്കേടില്ല, ഇത് ഇന്നലൊക്കെ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ഥാപനത്തിന് ഇന്നത് കൊടുക്കാം എന്ന് വാഗ്ദത്തം ചെയ്തു. പക്ഷേ അല്ലാഹു തആല നമുക്കൊക്കെ പുരോഗതിയും ബർക്കത്തും നൽകട്ടെ, പതനങ്ങളെ തൊട്ട് അല്ലാഹു തആല കാക്കട്ടെ, കച്ചവടങ്ങളിലും അതുപോലെ ജീവിത മാർഗങ്ങളിലൊക്കെ അല്ലാഹു തആല വലിയ ബർക്കത്ത് നൽകട്ടെ. നാട്ടിൽ വിദേശത്തുള്ള സഹോദരങ്ങൾ അവരെല്ലാം ചെറിയ ഭീതിയിലാണ്. അല്ലാഹുവേ, എല്ലാവർക്കും നീ സലാമത്ത് നൽകണം റഹ്മാനെ. പോക്കുവരവിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളാണ്. 27 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരാൾ നാട്ടിലെത്തിയത് എന്ന് ഈയിടെ പറഞ്ഞു ഒരാൾ 2 ദിവസം മുമ്പ്. അങ്ങനെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടാണ്. അല്ലാഹുവേ, എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണം റഹ്മാനെ. വിചാരിച്ചതുപോലെ കച്ചവടമൊന്നും മുന്നോട്ട് പോയില്ല, തകർന്നു പോയി, അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞില്ല. അത് മറ്റൊരു കാര്യമാണ്. അല്ലാഹു അറിയും, എല്ലാം അറിയുന്ന റബ്ബിന് അതും അറിയും. അതേ സമയത്ത് അങ്ങ് വാഗ്ദത്തം ചെയ്യുക, ഒറ്റ ചെയ്യുക. ഒരു ചങ്ങായി എന്നോട് വാഗ്ദത്തം ചെയ്യുന്നു, കൈ മുറുക്കി പിടിച്ചിട്ട് സംഗതി പിന്നെ കണ്ടില്ല. അങ്ങനെ ആകാൻ പാടില്ല. ആകുന്നതേ വാഗ്ദത്തം ചെയ്യണ്ടു. മോൻ ചോദിച്ചല്ലേ ഇപ്പം എങ്ങനെയാ പറയാ? അങ്ങനെയൊന്നുമില്ല.
ആവുമെങ്കിൽ ആകാന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം, ഒരു കുഴപ്പമില്ല, ആരെന്ന് പിടിച്ചേറ്റലൊന്നുമില്ല. അതുകൊണ്ട് സാധിക്കുന്നത് മാത്രമേ വാഗ്ദത്തം ചെയ്യാൻ പാടുള്ളൂ. വലാത്ത ഇത് ഹൂ, നിന്റെ സഹോദരനോട് നീ വഅദ ചെയ്യരുത്, എന്നിട്ട് തുഖ്ലിഫഹു, അത് നീ ലംഘിക്കുകയും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഖാല അലൈഹിസ്സലാം ദറുൽ മിറാഅ, ഇപ്പറഞ്ഞ മാതിരിയുള്ള തർക്കങ്ങൾ നിങ്ങൾ ഒഴിവാക്കുവീൻ. ഫഇന്നഹു ലാ തുഫഹമു ഹിക്മതുഹു വലാ തുഅ്മനു ഫിത്നതുഹു, അതിൻ്റെ ഹിക്മത്ത് അറിയപ്പെടൂല, അതുപോലെ അതിൻ്റെ ഫിത്ന, അതിനെ തുടർന്നുണ്ടാകുന്ന നാശങ്ങൾ നിർഭയമാക്കപ്പെടുകയില്ല. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറക്കൽ മിറാഅ വഹുവ മുഹിഖുൻ ബുനിയ ലഹു ബൈതുൻ ഫീ അഅലൽ ജന്ന വമൻ തറക്കൽ മിറാഅ വഹുവ മുബ്തിലുൻ ബുനിയ ലഹു ബൈതുൻ ഫീ റബദിൽ ജന്ന. ഇത് വല്ലാത്ത ക്ഷമ വേണ്ട ഒരു സംഗതിയാണ്. ആരെങ്കിലും തർക്കത്തെ ഉപേക്ഷിച്ചാൽ ബഹു മുഹിക്കോ നോ പറയുന്ന സത്യമാണ്. ചേര തവളനെ പിടിച്ചതാടോ എന്ന് പറയുന്ന സത്യമാണ്. അപ്പൊ തർക്കിച്ചിട്ടൊന്നും നടക്കുന്നില്ല, ഒന്ന് രണ്ടോ എവിടെയും പറഞ്ഞു നടക്കുന്നില്ല. എന്നാ പിന്നെ നിങ്ങൾ ആക്കൂടിയും എല്ലാം കൊണ്ട് പോയി വാകാം. മൻ തറക്കൽ മിറാഅ വഹുവ മുഹിഖുൻ, സത്യവാനാണ്, അവൻ പറയുന്നത് നേരാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷേ ആടക്കട്ടെ, ഇപ്പം ഞാൻ ഇവരുടെ ഇടയിൽ സംസാരിച്ച് ഈ ഒച്ചപ്പാടിൻ്റെ ഇടയെന്ന് പറയുന്നില്ല. ഒന്നുകിൽ അവർക്ക് ബോധ്യപ്പെടട്ടെ, അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് അടങ്ങിയതിൻ്റെ ശേഷം പിന്നെ പറഞ്ഞു കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് മാറി അതൊന്ന് ഒഴിവാക്കിയാൽ ബുനിയ ലഹു ബൈതുൻ ഫീ അഅലൽ ജന്ന, അവന് സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥലത്ത് അതേ ഒരു റൂം അല്ലെങ്കിൽ ഒരു വീട് അവന് പണിയപ്പെടും. എന്താ കാരണം? അത് അത്രയും സാഹസികമായ സംഗതിയാണ്. യാഥാർത്ഥ്യമല്ലേ ഞാൻ പറയുന്നത്, നേര് തന്നെയല്ലേ ഞാൻ പറയുന്നത്, നിലവൻ്റെ മനസ്സിങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ആൾക്കോട്ടെ ഇടോ, ഇനി തൽക്കാലം ഒന്ന് ക്ഷമിക്ക്. ആ ക്ഷമയാണ്, ഒന്ന് മാറി നിൽക്കുകയാണ്. അറിയുന്ന യാഥാർത്ഥ്യം അതിനെതിരെ പക്ഷേ അതിനെ ലംഘിക്കുമ്പോൾ ക്ഷമയോടെ അത് കേട്ട് മാറി നിൽക്കണമെങ്കിൽ കുറച്ച് ഈമാൻ വേണം, ക്ഷമ വേണം. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥലത്ത് അവന് വീട് നിർമ്മിക്കപ്പെടും. ഒരാൾ സംഗതി വാദിക്കുന്ന സത്യമല്ല, പക്ഷെ തർക്കിക്കുന്നില്ല വിചാരിച്ചു. സംഗതി അയാൾ പറയുന്നത് സത്യത്തിനെതിരാണ്, ബാത്തിലാണ്, എന്നാൽ ഞാൻ തർക്കത്തിന് പോകുന്നില്ല എന്ന് വിചാരിച്ചു. എന്നാലും എനിക്ക് അല്ലാഹ് എന്ത് ചെയ്യും? സ്വർഗത്തിൽ എന്ത് ചെയ്യും? ഇടം കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ തർക്കം എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഗതിയാണ്. ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, ഇപ്പം നിർത്തുകയാണ്. നമ്മളെ തെരഞ്ഞെടുപ്പ് അടുത്ത് തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. നമുക്ക് ഒരു നിലപാടുണ്ട്, നമുക്ക് ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം വലിച്ചെറിഞ്ഞുകൊണ്ട് അത് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈമാനും ഇസ്ലാമും തഖ്വയും അതൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം ഇല്ല. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് ഇന്ന് എത്ര കണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കേണ്ട സംഗതിയാണ്. രാഷ്ട്രത്തിൻ്റെ നന്മ എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും, ആ രാഷ്ട്രത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമായ സംഗതികൾ. അത് ആർക്കാണ് ഏറ്റവും ബെറ്ററായി നന്നായി ഇവിടെ കാഴ്ചവെക്കാൻ പറ്റുക, അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കലാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എന്നെയും ആക്കൂടി എന്നല്ല, അതൊക്കെ ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ ഒരിക്കലും തന്നെ ദീന് വിട്ടിട്ട് ഒരു രാഷ്ട്രീയവുമില്ല, ഒരു തെരഞ്ഞെടുപ്പുമില്ല. അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണം. അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുക? നമ്മളതൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിൻ്റെ ശേഷം എന്ത് ചെയ്യുക? ദീന് പാലിക്കാന്ന് വെച്ചാൽ നടക്കൂല. അതിന് സൗകര്യമില്ലാത്തവർക്ക് പോകാവുന്നതാണ്. അള്ളാഹുവിൻ്റെ ദീൻ കളഞ്ഞു കുളിച്ചുകൊണ്ട് പണ്ഡിത സമൂഹത്തിൻ്റെ അവരുടെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ മാനിക്കാതെ ഒരു വിഷയവും നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ ഞാനൊരു കാര്യം പറയുന്നു, ഓരോ സന്ദർഭങ്ങളുണ്ട്. ഈ പടക്കം പൊട്ടിക്കുക പെരുന്നാൾ കഴിഞ്ഞ് ഈയിടെ ഒരു സ്ഥലത്ത് പോയപ്പോൾ നിക്കാഹ് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഭയങ്കര പൊട്ടല്, നോക്കുമ്പോൾ അമ്പ കയ്യിൽ നിക്കാഹ് കഴിഞ്ഞ പൊട്ടല. കുറച്ച് പൊട്ടാസ് പൊട്ടിച്ച ഹറാമാണോ എന്ന് ഞാൻ പറയുന്നില്ല. അതേ സമയത്ത് സന്ദർഭം മറ്റുള്ളവർ നോക്കി ചിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. ഇവിടെ ഒരുപാട് പ്രയാസങ്ങളാണ്. ഈ പൊട്ടാസ് പൊട്ടിക്കുന്ന പൈസയും ഈ പവറുകളൊക്കെ വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. അവിടെയുള്ള നമ്മുടെ സഹോദരന്മാർ അവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യന്മാർ തന്നെയല്ലേ, അവർക്ക് ഭീതിയിലാണ്. ഇപ്പുറത്തെ പൊട്ടാസ് പൊട്ടിക്കുമ്പോൾ ആ പൊട്ടാസ് പൊട്ടിക്കാൻ ഉപയോഗിച്ച കാശ് അയച്ചു കൊടുത്ത, ചോര നീരാക്കിയിട്ട് അയച്ചു കൊടുത്ത ആളുടെ തലന്റെ മേലൂടെ മിസൈല് പായാണ്.
ഇന്നലെ മിഞ്ഞാന്നൊക്കെ പലരും പറഞ്ഞു ഉസ്താദേ ഇങ്ങനെ മിസൈൽ അവരുടെ തലക്ക് ഇങ്ങനെ പോവാണ്. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അത്രയും ബോധമില്ലാത്ത, ബുദ്ധിയില്ലാത്ത, ചിന്താശക്തിയില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിപ്പോകാൻ പാടില്ല. പൊട്ടാസ് പൊട്ടിക്കൽ വുജൂബുണ്ടോ? എന്തിനാണ് പൊട്ടിക്കേണ്ട ആവശ്യം? അങ്ങനെ സന്തോഷമുള്ള സമയമാണോ ഇത്? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനുള്ള മനസ്സ് നൽകുമാറാവട്ടെ. ഞാൻ ഇപ്പോൾ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ്. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه سيدنا مولانا محمد. കുറേ സംഗതികളുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ അർഹമുർ-റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ സദസ്സ് നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഒരുപാട് പ്രതീക്ഷകളോടുകൂടെയും ഒരുപാട് ഭയപ്പാടുകളോടുകൂടെയുമാണ് ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എല്ലാ പ്രതീക്ഷകളും നീ സാക്ഷാത്കരിക്കണം റഹ്മാനെ. എല്ലാ ഭയങ്ങളും നീ നീക്കി തരണം റഹ്മാനെ. രോഗികളുണ്ട്, ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നാളെ ഓപ്പറേഷൻ പോകുന്നവരുണ്ട്, എളുപ്പമാക്കണം റഹ്മാനെ. അർഹമുർ-റഹീമീനായ റബ്ബേ, എനിക്ക് വളരെയധികം ബന്ധമുള്ള ഒരു സഹോദരി തലക്ക് ട്യൂമറായി. അല്ലാഹ്, വേദന സഹിക്കാൻ കഴിയാതെ തലയിട്ടുരുട്ടി ഇഞ്ചക്ഷൻ ചെയ്തിട്ടും അടങ്ങുന്നില്ല. വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിനായി ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. ഓപ്പറേഷൻ നടക്കണമെന്ന് പറയുന്നുണ്ട്. നിന്റെ പക്കലാണ് ശിഫ. അല്ലാ, ഞങ്ങൾക്ക് അറിയില്ല. ആ ഉമ്മാക്ക് നീ സമാധാനം നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ, വേദന സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. അത്തരത്തിലുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്, ഉദ്ദേശിക്കുന്നവരുണ്ട്. ബഹുമാനപ്പെട്ട കസവത്തുൽ അസ്റഫ് സഖാഫി ഉൾപ്പെടെ പലരുമുണ്ട്. എല്ലാം നീ വിജയകരമാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ നൽകിയിട്ടുള്ള സർവ്വ അവയവങ്ങൾക്കും നീ ഖുവ്വത്തും ആരോഗ്യവും നിലനിർത്തണം റഹ്മാനെ. കാഴ്ചയും കേൾവിയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ചിന്താശക്തിയും ചലനശക്തിയും എല്ലാം നീ ഞങ്ങൾക്ക് പൂർണ്ണമായ നിലക്ക് നിലനിർത്തി തരണം റഹ്മാനെ. നീ ഞങ്ങളിലേക്ക് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കണേ അല്ലാ. നീ നൽകിയ അവയവങ്ങൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നീ പൊരുത്തപ്പെടാത്തത് പലതും സംഭവിച്ചു പോയ സാധുക്കളാണ് ഞങ്ങൾ, വിവരം കുറഞ്ഞവരാണ് ഞങ്ങൾ. അല്ലാ, ഞങ്ങൾക്ക് നിൻ്റെ മാപ്പല്ലാതെ നിൻ്റെ മഗ്ഫിറത്തല്ലാതെ വേറെ ഒന്നുമില്ല. ഞങ്ങളെ നേരെ നീ കൃപ കൊണ്ട് നോക്കിയിട്ട് ഞങ്ങളെല്ലാ തെറ്റുകുറ്റങ്ങളും നന്ദികേടുകളും പുറത്ത് മാപ്പാക്കി രക്ഷപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് മൺമറഞ്ഞു പോയവർ, നജാദിൻ്റെ ഉമ്മാമ 2 ദിവസം കൊണ്ട് മുമ്പ് മരണപ്പെട്ടു പോയി. അൻവർ സഖാഫിയുടെ ഉമ്മാമ മരിച്ചു. അങ്ങനെ പലരും ഞങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ബർസഖിയായ ജീവിതത്തിൽ സന്തോഷം നൽകണം റഹ്മാനെ. അവരുടെ ഖബറുകൾ സ്വർഗമാക്കണം റഹ്മാനെ. അല്ലാ, ഞങ്ങളും നീ നിശ്ചയിച്ച സമയത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു പോവും. ആ സമയത്ത് ഞങ്ങൾ ചെല്ലുന്ന ഖബർ, ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഖബർ സ്വർഗീയ സുഖങ്ങളുള്ള ഖബറാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ വിശ്രമം നീ ഖബറിലാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഒരുപാട് ഖൈറായ ഉദ്ദേശങ്ങളുണ്ട്, ഞങ്ങൾ നിശ്ചയിച്ചു വെച്ച കല്യാണങ്ങളുണ്ട്. എല്ലാം നിൻ്റെ പൊരുത്തത്തിലായി ഐബില്ലാതെ നടത്തിത്തരണം റഹ്മാനെ. അർഹമുർ-റഹീമീനായ അല്ലാ, പല പ്രതീക്ഷകളും വെച്ച് വീട് പണി തുടങ്ങിയവരും അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ വരുമാന മാർഗങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ വലിയ ആശങ്കയാണ്. യാ അല്ലാ, നിൻ്റെ ഖജനാവ് വിശാലമാണ്, അത് നിറഞ്ഞു കിടക്കുന്നതാണ്. അതെത്ര എടുത്താലും കൊടുത്താലും കുറവ് വരാത്ത ഖജനാവാണ്. ഈ ഞങ്ങൾക്കെല്ലാവർക്കും നിൻ്റെ ഖജനാവിൽ നിന്ന് മാനമായത് ചൊരിച്ചു തരണേ അല്ലാ. നീ ഞങ്ങളെ പട്ടിണിയിലാക്കരുത് അല്ലാ. നിമിഷ നേരം കൊണ്ട് ഇറപ്പിക്കാൻ നിനക്ക് കഴിയും. നീ വല്ലാതെ കഴിവുള്ളവനാണ്. ഞങ്ങളെ നേരെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കി സലാമത്താക്കണം റഹ്മാനെ. ഇസ്സത്ത് നിലനിർത്തി തരണം റഹ്മാനെ. രോഗികളാക്കി കളയല്ലേ അല്ലാ. അർഹമുർ-റഹീമീനായ റബ്ബേ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സ്വാലിഹീങ്ങളോടുകൂടെ ചേർക്കണേ അല്ലാ.
ഈ വർഷം ഹജ്ജ് ഉദ്ദേശിച്ച് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് നിൽക്കുന്നവരുണ്ട്. എല്ലാം നിന്റെ വക്കലാണ്. ഞങ്ങൾക്കൊന്നും കഴിയില്ല, ഞങ്ങൾക്കൊരു കഴിവുമില്ല. എല്ലാ കഴിവും നിനക്കാണ്. എല്ലാ ഹാജിമാർക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിന്റെ ദർബാറിലേക്കും ഹബീബായ തങ്ങളുടെ ചാരത്തേക്കും പുറപ്പെടാൻ ഉദ്ദേശിച്ച് മനസ്സ് തിരിച്ചു നിൽക്കുന്ന ആരുണ്ടോ അവർക്കെല്ലാവർക്കും ഒരു തടസ്സങ്ങളുമില്ലാതെ മനപ്രയാസമില്ലാതെ ഹജ്ജും ഉംറയും സിയാറത്തും നീ പൊരുത്തപ്പെടുന്ന വിധത്തിൽ ചെയ്ത് ധാരാളം അമലുകൾ ചെയ്ത് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ അവരവരുടെ കേന്ദ്രങ്ങളിലേക്ക് നീ തിരിച്ചെത്തിക്കണേ അല്ലാ. ഇതുവരെ പോയിട്ടില്ലാത്തവർക്ക് അടുത്ത ഭാവിയിൽ പോകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ സർവ്വ സൽക്കർമ്മങ്ങളും നീ ഖബൂൽ ചെയ്യണേ അല്ലാ. നമ്മുടെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഇത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള എല്ലാ കഴിവും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. തൗഫീഖ് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. സംസാരിക്കുന്ന കാലത്തോളം സ്വന്തത്തിലും സമൂഹത്തിനും എല്ലാവർക്കും ഉപകാരപ്രദമായത് മാത്രം ഉച്ചരിപ്പിക്കണേ അല്ലാ. സ്വവാബ് പറയിപ്പിക്കണേ അല്ലാ. ഖത്അ കാക്കണേ അല്ലാ. ഞങ്ങളെ ഇരുലോകത്തും ഈ വിജയിപ്പിക്കണേ അല്ലാ. സ്വർഗത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും നരകത്തിലേക്ക് പോകാതെ ഹിസാബ് ശക്തിയാകാതെ നീ നിന്റെ ഓശാരമായി സ്വർഗം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.